Hi friends, Assalamu alaikum. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മുമ്പ് ഒന്ന് രണ്ട് ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ നിക്കാബ് ചെയ്യുമോ എന്നുള്ളത്. ഇപ്പം നിരന്തരമായിട്ട് ഒരാൾ ഇൻസ്റ്റയിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു ഐറ്റമാണ് ഇത്. മാസ്കിന് പകരമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പഴയ മഫ്ത കൊണ്ടാണ് കേട്ടോ. അതായത് മോള് +2 പഠിക്കുമ്പോഴുള്ള മഫ്ത അവിടെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടി കൂടിയതും കുറഞ്ഞതൊക്കെ ആയിട്ട് ചെയ്യുക. പക്ഷെ കട്ടിയില്ലാത്ത തുണി കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. 2 ലെയറാക്കിയത് ഇപ്പോൾ ഈ ഒരു കട്ടി ഇതിനുള്ളൂ. പക്ഷെ 2 ലെയറാക്കി ഇടുന്ന സമയത്ത് കാണുന്നൊന്നുമില്ല കേട്ടോ. ഞാനത് ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ടപ്പം അങ്ങനെ കാണുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു മഫ്ത എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ 44 ഇഞ്ച് വീതി നീളം അല്ലെങ്കിൽ 42 ഇഞ്ച് വീതി നീളമൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് 2-3 എണ്ണമൊക്കെ അത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ വീതി വരുന്നത് 16 ഇഞ്ചും നീളം വരുന്നത് 32 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എഴുതി തന്നെ കാണിച്ചു തരാം. ഇത് നീളമാണ് കേട്ടോ. അത് 32 ഇഞ്ചാണ് എടുത്തത്. 30 ഇഞ്ചെങ്കിലും വേണം കേട്ടോ. അപ്പോഴേ നമുക്ക് മുഖത്ത് ഇങ്ങോട്ട് താഴോട്ടേക്കൊന്ന് ഇറങ്ങി നിൽക്കണമല്ലോ. വീതി 16 ഇഞ്ച്. ഓക്കെ, അങ്ങനെയുള്ളൊരു പീസ്, ഒറ്റൊരു പീസേ വേണ്ടുള്ളൂ. അതിനെ മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു പീസ് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് വീതിയും ഞാൻ ഈ ക്ലോത്തിൻ്റെ ഈ മഫ്തൻ്റെ ഫുള്ള് നീളം വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തു കിട്ടും. അപ്പോൾ ബാക്കിൽ നമ്മൾ കെട്ടുമ്പോൾ ആ കെട്ടുന്ന ഭാഗത്തിന് കുറച്ച് ലെങ്ത് ഉണ്ടാവുന്നേ ഉള്ളൂ. മിനിമം ഒരു 34 ഇഞ്ചെങ്കിലും 36 ഇഞ്ചെങ്കിലും ഉണ്ടാവണം കേട്ടോ. എന്നാലേ നമ്മളെ തലൻ്റെ ബാക്കോട്ടൊക്കെ നമുക്ക് കെട്ടി വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അത്ര ഇല്ലെങ്കിൽ, എത്ര ലെങ്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഷൂനൊക്കെ ബട്ടൺ ഒട്ടിക്കൂലേ പ്രസ് ചെയ്യുന്ന, അത് വെച്ചിട്ടാക്കാം, ഹുക്ക് വെക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ 16 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളത്തിലെടുത്ത തുണിയെ പകുതിയാക്കി മടക്കിയിട്ട് 2 സൈഡും ഇതേപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്നും തയ്ക്കുക. 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഫോൾഡിങ് സൈഡാണ്. ഇനിയിപ്പോൾ അവിടെ ഫോൾഡിങ് അല്ലാതെ 2 പീസ് തുണി തന്നെ നമ്മളെ കയ്യിലടിച്ചാൽ ആ ഭാഗം കൂടി തയ്ക്കണം. മേലെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുമാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് ഈ 2 സൈഡും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചു. താഴെ ഭാഗം ഓൾറെഡി ഫോൾഡിങ് ആയതുകൊണ്ട് അവിടെ തയ്ക്കാനില്ല. ഈ സൈഡും തയ്ച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. ഈ ഒരു ഓപ്പൺ ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. ആ കറക്റ്റ് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് അളന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ 16ൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 8 നിന്ന് 2 സൈഡിലേക്കും 4 അടയാളപ്പെടുത്തുക. അപ്പോൾ 4, 8, 12 കറക്റ്റ് മനസ്സിലായില്ലേ? സെൻറ്ററിൽ നിന്ന് 8-ൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വീതം അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ തയ്ക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ആ പോയിന്റുകളെ കവർ ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിൽ കേട്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അങ്ങനെ തയ്ച്ചെടുക്കുക. മറ്റ് 2 സൈഡും തയ്ക്കരുത് കേട്ടോ. അടയാളപ്പെടുത്തി അവിടെ മാത്രമേ തയ്ക്കാവൂ. ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പോയിന്റുകൾ കണ്ടില്ലേ? ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഈ വേട് വരെ. എന്നിട്ട് ഈ തയ്യലിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെ ഒരു കട്ട് കൊടുക്കണം. ഞാനൊരു അടയാളം വെച്ച് കണ്ടില്ലേ? അവിടെയും തയ്യൽ തുമ്പിൻ്റെ അപ്പുറത്തൊരു തയ്ച്ച് കഴിഞ്ഞ ഉള്ളിലല്ല, പുറത്തായിട്ട്. അപ്പം അങ്ങനെ അവിടെ കട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പില്ലേ, 2 സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതിനെ മറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തയ്യലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരോ കട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നാലേ ഇത് മറിച്ചെടുക്കുമ്പോൾ വൃത്തിയിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ മറിച്ചെടുത്ത് ആ കട്ട് കറക്റ്റ് ആക്കണം കേട്ടോ, തയ്യലിൻ്റെ അപ്പുറത്ത്. എന്നിട്ട് ഈ ഭാഗത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കും. പതിച്ചടിക്കേണ്ടൊന്നും ആവശ്യം വരില്ല. ഇനി പതിച്ചടിക്കണം നിർബന്ധമുള്ളവർക്ക് പതിച്ചടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ പതിച്ചടിക്കാതെ അയൺ ചെയ്യാത്തത് തന്നെ അതിൻ്റെ വൃത്തി ഉണ്ടാവും. പിന്നെ നമ്മൾ നീളത്തിലെടുത്തില്ല, 6 ഇഞ്ച് വീതിയും ഞാൻ മഫ്തൻ്റെ ഫുൾ ലെങ്ത്തിൽ പറഞ്ഞില്ലേ, അതിനൊരു 36 ഇഞ്ച് 38 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. ബാക്കിൽ കെട്ടുമ്പം ആ കയറിന് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ. ഞാൻ അത് മഫ്തൻ്റെ ഫുള്ള് നീളം അങ്ങോട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതിനെങ്ങനെ മടക്കി നല്ല വശം ഉള്ളോട്ട് വരുന്ന വിധത്തിൽ മടക്കി വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ കോർണർ ഒന്ന് തയ്ക്കുക, മറ്റേ കോർണറും ഒന്ന് തയ്ക്കുക. അങ്ങനെ 2 കോർണറും തയ്ച്ചിട്ട്
ആ റേഞ്ച് തയ്യൽ തുമ്പിൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കുക. അപ്പോൾ നല്ല വശമല്ലേ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനത്തെ മഫ്തൻ്റെ ഒക്കെ നല്ല വശമൊക്കെ മനസ്സിലാക്കുക കുറച്ചൊരു പണിയാണ് കേട്ടോ. ഈ ക്ലോത്തിലധികം അങ്ങനെയാണ്. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. അതാണ് ഈ പിങ്കിൽ ചോക്ക് കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ സെൻറ്ററും നമ്മുടെ ഈ ചെയ്ത പീസിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോയിൻറ്റുകളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതെന്തിനാ അറിയോ, നമ്മൾ ഈ ഒരു പീസിനെ മറ്റേതായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കെട്ടാനുള്ള പീസിനെ ഫേസിലേക്കുള്ള പീസായിട്ട് ഇതാ ആ അടയാളപ്പെടുത്തി കൊടുത്ത് 2 സൈഡിലും പിങ്ക് ചോക്ക് കൊണ്ട് തന്നെ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാവുമല്ലോ. എന്നിട്ട് ഈ മേലത്തെ ഹെഡിൽ കെട്ടുന്ന പീസിൻ്റെ ഉള്ളിലേക്ക് മറ്റേതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ അറ്റത്തുനിന്ന് തയ്യൽ തുടങ്ങുക. 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് വരിക. അപ്പോൾ അവിടെ ഒന്നും ഉള്ളിലേക്ക് തുണി വെക്കാനില്ല. തയ്ച്ച് ഇങ്ങനെ വന്ന് ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു പീസിനെ കണ്ടില്ലേ, ഈ പോയിന്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒക്കെ മറ്റേ വശത്ത് തയ്ച്ച് വന്ന് കഴിയുമ്പോൾ ഇവിടെയും ഫോൾഡ് ചെയ്യാനുണ്ടാവുമല്ലോ. അവിടെ എത്തുമ്പം ഇതിൻ്റെ ഇടയിൽ ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗം ഉള്ളിലേക്ക് മടങ്ങിയിട്ടല്ലേ കിടക്കുന്നത്. ആ തെള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മെഷീനിൽ വെച്ച് തയ്ച്ച് തുടങ്ങി. ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വന്ന് ആദ്യം ഒന്നും ആഡ് ചെയ്യാനില്ല. അതൊക്കെ നമ്മളെ തലയിൽ കെട്ടുന്ന ഭാഗത്തായിട്ട് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തയ്ച്ച് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഞാൻ അടയാളപ്പെടുത്തിയ പോയിന്റ് കണ്ടില്ലേ, ആ പോയിന്റിനെ ഇതിൻ്റെ എൻഡിൽ ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തും. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പിന്നൊക്കെ കുത്തി വെച്ച് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ആ സമയത്ത് തന്നെ പിന്ന് കുത്തി അവിടെ വെച്ചാൽ മതി. ബിഗിനേഴ്സ് ഇത് എളുപ്പത്തിൽ ചെയ്യാട്ടെ. ഈ ഒരു സാധനം വാങ്ങാൻ 200 250 രൂപയൊക്കെ ഉണ്ട് എന്നാണ് പിന്നെ വാങ്ങുന്ന ചില ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാനിതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് മടക്കി വയ്ക്കാം. നമുക്ക് ഇനിയിപ്പം ബ്ലാക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് പർദ്ദ ചെയ്യുമ്പം ഇതിൻ്റെ ഈ ക്ലോത്തിൽ ലൈറ്റ് കളർ, ലൈറ്റ് പീച്ച്, ലൈറ്റ് ആഷിലൊക്കെ പർദ്ദയും ഷോളും ഒക്കെ ചെയ്തിട്ട് സെയിം ക്ലോത്ത് തന്നെ ഇതേപോലെ നിക്കാബ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ, നിക്കാബ് ഇടുന്നവരോടാണ് പറയുന്നത്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കറക്റ്റ് കളർ തന്നെ ആകുമ്പോൾ എല്ലാത്തിനും ബ്ലാക്ക് തന്നെ ഇടാതെ ഇതേ കളർ തുണി കൊണ്ട് ചെയ്യാം. അവിടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ലോക്ക ഒന്നും കൂടി ബാക്കോട്ടേക്ക് അടിച്ച് ഒരു ഡബിൾ സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നത് നന്നാവും കേട്ടോ. എന്നാൽ തുണി ഒറ്റ സ്റ്റിച്ചായി പോവണ്ടല്ലോ. എന്നിട്ട് ആ പീസിൻ്റെ കഴിഞ്ഞിട്ട് പിന്നുള്ള ഭാഗം നമ്മൾ കണ്ണ് ഓപ്പൺഡ് ആ ഭാഗമല്ലേ നേരത്തെ നമ്മൾ തയ്ച്ച് വെച്ചല്ലോ ഈ ഫേസിലേക്കുള്ള പീസിൻ്റെ, ആ ഭാഗത്തേക്ക് ഈ ഹെഡ് ബാൻഡ് മാത്രം തയ്ക്കുക. കണ്ടില്ലേ, ഇവിടെ വെച്ചതാ അവിടെ ഓപ്പൺ ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹെഡ് ബാൻഡിന് മാത്രം അങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ തയ്ച്ച് ഇപ്പുറത്തെത്തിയിട്ടാകുമ്പോൾ നേരത്തെ നമ്മൾ അടയാളം വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഇതാ കറക്റ്റ് അത് നമ്മൾ അത് തയ്ച്ച് വരുമ്പോൾ നമുക്കറിയാം. കറക്റ്റ് ചെയ്യുമ്പോൾ ആ ഹെഡ് ബാൻഡ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വെക്കാനുള്ള ആ പാട്ടെത്തുമ്പോൾ അവിടെയും വീണ്ടും മടക്കി ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നേരെ അങ്ങോട്ടേക്ക് തയ്ച്ച് പോന്നാൽ മതി. ഇത്ര പണിയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നൊരു സാധനമേ ഉള്ളൂ. ഇതേപോലെ പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ പർദ്ദൻ്റെ തന്നെ ഷോൾ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി കോട്ടൺ ചുരിദാറിൻ്റെ ക്ലോത്തിലൊക്കെ ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മാസ്കിന് പകരമൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരെ കോട്ടൺ ക്ലോത്തിലൊക്കെ ചെയ്താലും കറക്റ്റ് ഡ്രസ്സിനുള്ള മാച്ചിൽ ആയി കിട്ടും. മാസ്ക് ഇടാൻ മടിയുള്ളവർക്ക് അതായത് മാസ്ക് ചെവിയിൽ തിരികെ പിന്നെ മഫ്ത അയച്ചൊക്കെ പണിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ആക്കിയാൽ ഒരു വെറൈറ്റിയാണ്. ഫുഡ് കഴിക്കുമ്പം ഇതങ്ങോട്ടേക്ക് പൊക്കിയാൽ മാത്രം മതിയല്ലോ. എൻ്റെ അടുത്ത് കുറേ മുന്നേ ഞാൻ മറ്റേ മക്കനെ ചെയ്ത സമയത്ത്, സെൽഫി മക്കനെ ചെയ്ത സമയത്ത് കമൻറ്റിലാണോ ഇൻസ്റ്റയിലാണോ എന്നറിയില്ല, ഒരാൾ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് നിക്കാബ് ഇട്ടുകൂടെയെന്ന്. അപ്പം എനിക്ക് മാസ്ക് തന്നെ ഇടാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണത്. ഇത് നമ്മൾ ഹെഡ് ബാൻഡിൻ്റെ 4 സൈഡൊന്നും കൂടി ഒന്ന് പതിച്ചടിക്കുന്നത് നല്ലതാണ്. ആ ഒരു ഡിസൈനിന് ആ പതിഞ്ഞവിടെ നിൽക്കാനും നെറ്റിയിൽ പതിഞ്ഞ് നിൽക്കാനും ഇങ്ങനെ ഫുൾ സൈഡും ഒന്ന് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അയൺ ചെയ്താൽ തന്നെ അവിടെ നിൽക്കും. എന്നാലൊന്ന് പതിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ വീഡിയോ ചോദിച്ച ആൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഇൻഷാ അല്ലാഹ് അടുത്ത ബാച്ച് 5-ാം തീയതി നെക്സ്റ്റ് മാസം 5-ാം തീയതി തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് അതിൽ തന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്.
പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാം. 2 മാസം കൊണ്ട് മുഴുവനായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. ഫ്രോക്ക്, നൈറ്റി, ഗൗണ്, സ്കേർട്ട് ആൻഡ് ബ്ലൗസ്, ഹാൻഡ് എംബ്രോയിഡറീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെ നമ്മളെ നിക്കാബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏത് കളറ് പർദ്ദ തയ്ക്കുകയാണെങ്കിലും ആ ക്ലോത്ത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി തയ്ക്കാൻ അറിയാത്തവർക്ക് തുന്നി വരെ ചെയ്യാനുള്ള അത്ര കുറച്ച് ഇതിൽ സ്റ്റിച്ച് വരുന്നുള്ളൂ. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് ഇട്ട് കഴിയുമ്പോൾ ദേ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല പതിഞ്ഞ് നിൽക്കുന്നത്. മേലെ ഭാഗത്ത് ആ സ്റ്റിച്ചൊക്കെ വന്നത് കൊണ്ടാണ് അതവിടെ അങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് ഈ ഒരു ഇറക്കം കിട്ടും. അപ്പോൾ 16 ഇഞ്ച് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇറക്കത്തിലേക്ക് വരുന്നത്. അത്ര തന്നെ ഇറക്കം വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. കോട്ടൺ ക്ലോത്ത് കൊണ്ട് ചെയ്യാൻ തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ചോദിച്ച ആള് കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറയും പോലെയാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. കഴിഞ്ഞ വീഡിയോൻ്റെ ഫുൾ ലെങ്ത്തിലുള്ള ഫ്രോക്കിനും വെയിറ്റ് ചെയ്ത് കുറേ ആളുകളുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ അത് നമുക്ക് ഇടാട്ടോ. അപ്പം ബൈ, വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.